Good morning. Good morning. How are you? Good morning, Miss. Thank you. Did you complete homework? Krishna Priya? Joshi? Did you complete homework? Huh? Joshi? Did you complete homework? മിസ് പറയുന്നത് തിരിയുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് തിരിയുന്നില്ല. ഇടയ്ക്ക് ഓളിയോ കുറഞ്ഞ രീതിയിലാണ് കേൾക്കുന്നത്. ആണോ? ഇപ്പൊ കേൾക്കാവോ? ഇച്ചിരി ചെറുതായിട്ട് കേൾക്കുന്നുള്ളൂ. ഇപ്പൊ കേൾക്കത്തില്ലേ? കേൾക്കത്തില്ലേ ജോസി? കേൾക്കാവോ? മുറിഞ്ഞു പോകുന്നാലൊക്കെ ഇടയ്ക്ക് കേൾക്കുന്നത്. ആണോ? എല്ലാവർക്കും അങ്ങനെയാണോ? ചിലപ്പോ ഇച്ചിരി മുറിഞ്ഞു പോകുന്ന കേൾക്കുന്നത്. ഒച്ച കുറവായിട്ടാ കേൾക്കുന്നത്. ലക്ഷ്മിപ്രിയ? ലക്ഷ്മിപ്രിയ കേൾക്കാവോ? എന്നാൽ ജോസിയുടെ അവിടുത്തെ പ്രശ്നമായിരിക്കും കേട്ടോ. ബാക്കി എല്ലാവർക്കും കേൾക്കത്തില്ലേ? മിസ് ഇപ്പൊ ഓളിയോ ഇച്ചിരിയും കൂടെ ഇതിലായിട്ട് കേൾക്കുന്നുണ്ട്. Okay. Did you complete homework? Yes. What is the answer for fourth question? A block of wood weighs 200 grams. Find the weight of 8 such blocks in kilograms. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 1600 വരും അല്ലേ? അപ്പൊ 1600 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 കിലോ 600 grams ആണ്. അപ്പൊ 1.600 എഴുതും കേട്ടോ എല്ലാവരും. അടുത്തത് 32 books were bought for rupees 864. Find the cost of one book. അതെങ്ങനെ ചെയ്തത്? 864 divided by 32. What is the answer? What answer will you get? 27. എല്ലാവർക്കും 27 തന്നെയാണോ കിട്ടിയത്? Desino? Next, നമ്മളിപ്പോ to find the cost from many, from the cost of one, we multiply. Okay. Find the cost of many. ഒത്തിരി സാധനങ്ങളുടെ വില തന്നിട്ട് ഒരെണ്ണത്തിന്റെ വില കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? Find the cost of many from the cost of one. ഒരെണ്ണത്തിന്റെ നിന്നും ഒത്തിരി തന്നിട്ടുണ്ട്, അതിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ടു ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് വൺ, ഒന്നിന്റെ വില തന്നിട്ടുണ്ട്, നമ്മൾ അതിന്റെ കോസ്റ്റ് ഓഫ് മെനി വി ഡിവൈഡ്. ഓക്കെ. From the cost of many, finding the cost of one. Exercise 2.2. Page number 76. Exercise 2.2. Solve these word problems. Miss, Yes. from the cost of many, finding the cost of one, and then the cost of the required number. Required number. From the cost of many, finding the cost of one, and then the cost of required number. എത്ര നമ്പറുകളാണ് കണ്ടുപിടിക്കേണ്ടത്, അതിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. നമ്മളിപ്പോ പഠിക്കുമ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. A bus covers 200 kilometers on 20 liters of diesel. How far will the
bus go for 8 liters of diesel. അതായത് a bus covers 200 kilometers or 20 liters. അപ്പം ആദ്യം നമ്മൾ എന്ത് വെച്ച് കണ്ടുപിടിക്കണം? 1 ലിറ്ററിൽ എത്ര കിലോമീറ്റർ പോകും കണ്ടുപിടിക്കണം. അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടില്ലേ? From the cost of many, finding the cost of one, and then the cost of the third number. Okay. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 1 ലിറ്ററിൽ ഒരു ആ ബസ് എത്ര കിലോമീറ്റർ കവർ ചെയ്യുമെന്ന് കണ്ടുപിടിക്കണം. അതിനെന്താ ചെയ്യണ്ടേ? മിസ്റ്റർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോട്ടിലോട്ട് എഴുതട്ടെ. എഴുതിക്കും. എക്സസൈസ് 2.2 സമയമുണ്ടല്ലോ. ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എഴുതി വെക്കാം എല്ലാവരും. Two hundred divide ചെയ്ത് പോയോ? 220 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എന്താ ഈസി മെത്തേഡ് ഉണ്ടല്ലോ. ആ സീറോയും 20-ലെ സീറോയും 200-ലെ ഫസ്റ്റ് സീറോയും അപ്പൊ പിന്നെ എത്രയുണ്ട്? 20 ഡിവൈഡഡ് ബൈ 2. 20-യെ ഡിവിഷൻ ചെയ്ത് 20 എത്രയാ? ഞാൻ പറഞ്ഞ 20 20-യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും ജോസി? 2-ന്റെ ടേബിൾ എന്ന് പറഞ്ഞേ. 2 ടേബിള് ജോസി, 2 ടേബിൾ ഒന്ന് ചോദിക്കേ കേക്കട്ടെ. മിസ് എനിക്കൊന്നും തിരിയുന്നില്ല മിസ്, ഇടയ്ക്ക് പറയുന്നത് തിരിയുന്നില്ല. ആണോ? 200-നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇവിടെ ഈസി മെത്തേഡ് ഉണ്ട്. ആ 20-ലെ സീറോയും 200-ലെ ലാസ്റ്റ് സീറോയും 1 ഡിജിറ്റിന്റെ 1 പ്ലേസില് സീറോയും കൂടെ സ്ട്രൈക്ക് ഓഫ് ചെയ്യുക. അത് രണ്ടും കട്ട് ചെയ്യുക. അപ്പൊ എത്രയുണ്ട്? 20-യും 2-യും. അപ്പൊ 20-യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 2 10s are 20. അപ്പൊ എത്രയാ ആൻസർ? 10. അപ്പൊ 1 ലിറ്റർ കൊണ്ട് എത്ര കിലോമീറ്റർ പോകും? എത്ര കിലോമീറ്റർ പോകും 1 ലിറ്റർ കൊണ്ട്?
10 കിലോമീറ്റർ അല്ലേ? അപ്പം ഡിസ്റ്റൻസ് കവേഴ്സ് ഇൻ 8 കിലോമീറ്റേഴ്സ്. is equal to 8 കിലോമീറ്ററിന്റെ കാണാൻ എന്ത് ചെയ്യണ്ടേ? ഇപ്പൊ എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണോ? പറഞ്ഞ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഡിവിഷൻ ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഇപ്പോൾ 8 കിലോമീറ്റർ. അപ്പൊ ഒരു ലിറ്റർ കൊണ്ട് 10 കിലോമീറ്റർ സഞ്ചരിക്കും. അപ്പം 8 കിലോമീറ്റർ സഞ്ചരിക്കാൻ എന്താ ചെയ്യണ്ടേ? 10 into 8 is equal to 10 into 8. 10 8s are 80. 80. 80. 8. 10 8s are 80. 8 80. അപ്പൊ എത്ര കിലോമീറ്റർ സഞ്ചരിക്കും? അപ്പൊ എത്ര 8 ലിറ്റർ കൊണ്ട് എത്ര കിലോമീറ്റർ സഞ്ചരിക്കും? 80 കിലോമീറ്റേഴ്സ്. Second question educated. A machine can manufacture 24 plastic balls in 2 minutes. How many balls will the machine manufacture in 1 hour? ഇത് എങ്ങനെ ചെയ്യണ്ടേ? ഫസ്റ്റ് ഡിവൈഡ് ചെയ്യണം. A machine for plastic balls ആദ്യം എന്ത് ചെയ്യണം? 1 മിനിറ്റ്. എ മെഷീൻ മാനുഫാക്ചർ 24 പ്ലാസ്റ്റിക് ബോൾസ് ഇൻ 2 മിനിറ്റ്സ്. 1 മിനിറ്റിൽ എത്ര ബോൾസ് മാനുഫാക്ചർ ചെയ്യുന്ന ആദ്യം കാണണം. ഓക്കെ,
24 divide ചെയ്യണം. 24 divided by 2 is equal to 24 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 12. Bowls one hour is equal to 1 hour എത്ര മിനിറ്റ്സ് ആണ്? 60 minutes ആണ് അല്ലേ? 1 hour 60 minutes. അപ്പം എന്ത് ചെയ്യണം? divide ചെയ്യണം. എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 60യെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? 1 hour എത്ര ബൗൾസ് ഉണ്ടാക്കും? 12 1 minutes 12 ബൗൾസ്. അപ്പൊ 1 hour equal to 60 into 12 is equal to വേഗം ചെയ്തേ 60 into 12 അതിൽ വേഗം ചെയ്തേ വേണം. 720. 720. 720. Next, third one. A candle making machine uses 6 kg of wax in 2 hours. How much wax will it use in 7 hours? The candle making machine uses 6 kg of wax in 2 hours. In 2 hours. Then how much wax uses in 1 hour?
is equal to 6 divided by 2 is equal to 6 divided by 2 is equal to 3. Next, what's uses in 7 hours is equal to 3 into 7 is equal to 3 into 7. 21. 21 kg. Right. Twenty-one kg. എപ്പോഴും ഫസ്റ്റ് you find the cost of 1. ആദ്യം ഡിവൈഡ് ചെയ്യണം, പിന്നീട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഫോർ 36 copies of a book cost rupees 1872. Find the cost of 45 copies of the book. Cost of 36 copies of book is equal to 1872. Cost of each copy is equal to 1872 divided by 36 is equal to, വേഗം divide ചെയ്ത് $1,872 divided by 36. Josie, if you are the answer.
Yes. 52. Yes. $52. Cost of 45 copies. Or 45 copies of book is equal to 52 into 52 into 45 is equal to 52 multiply 45 ഉണ്ട്. വേഗം വേഗം. Two thousand 340. 340. Answer 2340. Next question 5. അത് മൂന്നും ഹോംവർക്ക് ആണ്. ഹോംവർക്ക് ചെയ്തു. ഏതൊക്കെയാണ്? A dozen jars can hold 3000 toffees. How many toffees can 60 jars hold? Okay. എന്താ ചെയ്യേണ്ട ആദ്യം? എന്ന് പറയൂ. ഇത്രയും പ്രാവശ്യം ചെയ്തല്ലേ? ഇത്രയും ആദ്യം ഒരു a dozen. Dozen എന്ന് പറഞ്ഞാൽ എത്രയാ? 12 അല്ലേ? Dozen 12. A dozen jars can hold 3000 toffees. നമ്മള് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? Number of toffees held in one jar. ഒരു ജാറിൽ ഉണ്ടാകുന്ന ടോഫീസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? 3000 divided by 12. 3000 divided by 12. 3000 ഡിവൈഡ് ചെയ്യണം 12 കൊണ്ട്. 3000 divided by 12. ആ കിട്ടിയ ആൻസറിനെ കൊണ്ട് നമ്പർ ഓഫ് ടോഫീസ് ഹോൾഡ് ഇൻ 60 ജാർസ്. നമ്മള് ഒരു ജാറിലുള്ള ടോഫീസിനെ 3000 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിനെ മൾട്ടിപ്ലൈ ചെയ്യണം. എന്തുകൊണ്ട്? 60 കൊണ്ട്. ഓക്കെ, 60 കൊണ്ട്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. അതുപോലെ 100 bags can hold 5000 kg cement. How much cement can 276 bags hold? ഇതും അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് how much cement can hold in each bag? ഒരു ബാഗിൽ എത്ര ബാഗ്? ഇപ്പൊ 50,000നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ആ ആൻസറിനെ 276 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ഓക്കെ,
അടുത്ത രാജേഷ് earns 6,000 in 10 days. How much will he earn in 90 days? The same way, first he earns in 1 day. 1 day എത്ര കിട്ടുമെന്ന് കണ്ടുപിടിക്കണം. അതായത് എത്ര എങ്ങനെയാണ് 6,000 divided by 10. 10 ദിവസം 6,000 രൂപ. അപ്പം ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? അപ്പോൾ എത്ര കിട്ടും? അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പൊ സപ്പോസ് 6,000-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 600 കിട്ടും. ഒരു ദിവസത്തെ അയാളുടെ ഏണിങ്സ് എത്രയാണ്? 600. 600 into 90. That is the answer. നിങ്ങൾ ഈ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി ഒരു എത്ര സ്പേസ് വേണോ അത്രയും നിങ്ങൾ ഒഴിവാക്കണം. ഇനി അടുത്ത പീരീഡ് നമ്മൾ പുതിയ ലെസൺ എടുക്കുക. ഇപ്പൊ പുതിയ ലെസന്റെ ഹെഡിങ് ഒക്കെ എഴുതാൻ വേണ്ടി നമുക്ക് ഹോംവർക്ക് 3 ഹോംവർക്ക് ഉള്ളത് നമ്മൾ ആ ഹോംവർക്കിനുള്ള സ്പേസ് വിടണം കേട്ടോ. ഒരു 2 പേജ് വിട്ടാൽ മതി. 2 പേജ് വിട്ടിട്ട് അടുത്ത ലെസൺ മണി ആൻഡ് ബിൽസ് 3rd ലെസൺ അടുത്ത പീരീഡിൽ നമുക്ക് തുടങ്ങണം. ഓക്കെ, ഇതെല്ലാവരും കംപ്ലീറ്റ് ചെയ്തില്ലേ? ഇത്രയും okay. Bye, see you next class. Bye, Miss. Bye. Correct, neat ആയിട്ട് എഴുതണം കേട്ടോ എല്ലാവരും. Okay, bye. ഇപ്പൊ തന്നെ ചെയ്തു വെച്ചു ആൻസർ. ക്വസ്റ്റ്യനും എഴുതി ആൻസർ വേഗം ചെയ്തു. അടുത്ത പീരീഡ് ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ചെയ്യാലോ.